കേരളത്തിലെ ജനപ്രതിനിധി കൂടിയായ ഒരു യുവ നേതാവിനെതിരെയാണ് മോഡലും യുവനടിയുമായ റിനി ആൻ ജോർജ് ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ ഈ യുവ നേതാവിൽ നിന്ന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാനത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഞാനതൊരു ചെറുപ്പക്കാരൻ അങ്ങനെ മെസ്സേജ് അയച്ചു, അത് ഇഗ്നോർ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ റീസെൻ്റ്ലി കുറേ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ചിലരിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. അതായത് ഈ വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, നിരന്തരം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് മനഃപൂർവ്വം അങ്ങനെ തീരുമാനിച്ചതല്ല. നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. ഈ ഹൂക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹൂക്കേഴ്സ് പറഞ്ഞ ഒരു യുവരാഷ്ട്രീയ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വലിയ രീതിയിലുള്ള അശ്ലീല സന്ദേശങ്ങളൊക്കെ അയച്ചു എന്ന് പറഞ്ഞു. ഈ അശ്ലീല സന്ദേശങ്ങൾ അയച്ചപ്പോൾ ഇയാളെ വാൺ ചെയ്തിരുന്നില്ലേ? തീർച്ചയായിട്ടും വാൺ ചെയ്യുമല്ലോ. ഞാൻ വാൺ ചെയ്തിരുന്നു, ഫയർ ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിപ്ലൈ ആണ് ഞാനിങ്ങനെ സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പുള്ളി പറഞ്ഞു, സ്ത്രീ പീഡകരായിട്ടുള്ള പ്രമാദമായ സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൽ സത്യത്തിൽ ഞാൻ കിടങ്ങിപ്പോയി. ശരിയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് വിചാരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആവാലോ, നമുക്ക് സംരക്ഷണം കിട്ടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നുള്ളത്. അതാണ് എന്നെ വളരെ ഷോക്കിംഗ് ആക്കിയത്. അപ്പം ഞാൻ സമൂഹത്തോട് ജസ്റ്റ് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഇത്തരം ആരോപണ വിധേയരായി മുന്നോട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കണമോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അയാള് ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാള് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത് ആള്. പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്.